ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 22 യാർഡ്സ്. അപ്പോൾ നമ്മൾ ഏറെ നാളെ കാത്തിരുന്ന ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിന് ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പകരമായിട്ട് ബൂംറ ആയിരിക്കും ക്യാപ്റ്റൻ എന്ന് പറയുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഫാസ്റ്റ് ബോളർ ക്യാപ്റ്റനായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. അപ്പോൾ ടീമിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ KL രാഹുൽ ഓപ്പൺ ചെയ്യുമെന്നാണ് റൂമേഴ്സ് കേൾക്കുന്നത്. അതുപോലെ ദേവത് പടിക്കലിന് ചാൻസും അത് കാണുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ടീമിലേക്ക് ആദ്യമായിട്ട് വിളിച്ചിരുന്ന അഭിമന്യു ഈശ്വർ ചിലപ്പോൾ ഓപ്പണറായിട്ട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അഭിമന്യു ഈശ്വർ നല്ലൊരു ഡൊമസ്റ്റിക് ബാക്കപ്പോട് കൂടി തന്നെയാണ് ടീമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്നുള്ളത് നമുക്ക് നാളെ ടോസിന് ശേഷം മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. കാരണം രോഹിത് ശർമ്മയുടെ അഭാവമുണ്ട്. അപ്പോൾ ബാറ്റിങ്ങിൽ നല്ലൊരു ഡെപ്ത് വേണമെന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ചിലപ്പോൾ നാളെ അശ്വിനോ അല്ലെങ്കിൽ ജഡേജ ഒരാളെ കാണാൻ ചാൻസ് ഉള്ള ഒരു ബാറ്ററിനെ കൂടി ഇൻവോൾവ് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേതേശ്വർ പൂജാര ഇല്ല. അപ്പം പൂജാരയ്ക്ക് പകരം ആ ഒരു പൊസിഷനിലേക്ക് ആരായിരിക്കും നിൽക്കുന്നത്? കാരണം ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളേഴ്സിനെ നേരിടാൻ ആ ഒരു രീതിക്കുള്ള ഒരു പ്ലെയർ തന്നെയായിരിക്കും വേണ്ടത്. അപ്പോൾ ആ ഒരു തേർഡ് പൊസിഷനിലോട്ട് ആരിറങ്ങുമെന്നുള്ളത്, കാരണം ഗില്ലിനും പരിക്കാണിപ്പോൾ. അപ്പോൾ ഗില്ലും കാണാൻ ചാൻസ് കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പടിക്കലിൻ്റെ ചിലപ്പോൾ വൺ ഡൗൺ ആയിട്ട് പടിക്കലിനെ ഇറക്കാനായിട്ടും ചാൻസസ് ഉണ്ട്. അതിനുശേഷം വിരാട് കോഹ്ലി, സ്വാഭാവികമായിട്ടും വിരാട് കോഹ്ലിയുടെ പൊസിഷൻ അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ അതിനുശേഷം ഋഷഭ് പന്ത്. ഋഷഭ് പന്തിൻ്റെ അതിൽ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. കാരണം നല്ല ഫോമിൽ തന്നെയാണ് ഋഷഭ് പന്ത് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് പ്രൊഡിക്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓപ്പണിംഗ് സ്ലോട്ടിലോട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് 15 ടീമിലുണ്ടായിരുന്ന അഭിമന്യു ഈശ്വറിന് ചാൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അതുപോലെ എന്തായാലും ജയ്സ്വാൾ ഓപ്പണർ ആയിരിക്കും. വൺ ഡൗൺ ആയിട്ട് ശുഭ്മാൻ ഗില്ലില്ല, അതുകൊണ്ട് ചിലപ്പോൾ ദേവത് പടിക്കലിന് ഒരു ചാൻസ് ഉണ്ട്. അതിനുശേഷം വിരാട് കോഹ്ലി, പിന്നെ ഋഷഭ് പന്ത് വരും. അതിനുശേഷം KL രാഹുൽ കാണുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. കാരണം ചെറിയൊരു ഇഞ്ചറിയുടെ ഒരു ഇതും ഉണ്ടായിരുന്നു പ്രാക്ടീസിനിടയ്ക്ക്. പക്ഷേ KL രാഹുൽ കളിക്കുമെന്ന് തന്നെയാണ് വരുന്ന വാർത്തകളെല്ലാം, കളിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം എന്തായാലും ജഡേജ ആയിരിക്കും വരുന്നത്. അതെ. പിന്നെ ഡെബ്യൂട്ടായിട്ട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് സർഫറാസിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മീഡിയം പേസ് ബോളറും കൂടെയാണ്. അതുകൊണ്ട് നല്ലൊരു മോർക്കൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് മിഡിൽ യൂസ് ചെയ്യാൻ കഴിയും. കാരണം വിക്കറ്റ് ബോളറാണ് നിതീഷ് കുമാർ റെഡ്ഡി. അപ്പോൾ ഇന്ത്യ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഫാസ്റ്റ് ബോളേഴ്സിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പിന്നർ മാത്രമായിരിക്കാം സാധ്യത. അത് ജഡേജ തന്നെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യതയും. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അശ്വിനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. എന്തായാലും സിറാജ്, ജസ്പ്രീത് ബുംറ രണ്ടുപേരും എന്തായാലും കാണും. അതിനുശേഷം നിതീഷ് റാണയുടെ പേര് നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഡെബ്യൂട്ട് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മൂന്നാം ഫാസ്റ്റ് ബോളർ എന്ന നിലയ്ക്ക് ചിലപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യ ആയിട്ടുള്ള ഒരു ഇതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചായിരുന്നു. നെറ്റ്സിലും ആ ഒരു രീതിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് ചിലപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയ്ക്കായിരിക്കും കൂടുതൽ ചാൻസ് വരുന്നത്. അപ്പം 3 ഫാസ്റ്റ് ബോളേഴ്സ് എന്തായാലും ഇതായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി കൊണ്ടുണ്ടെങ്കിൽ 4 ഫാസ്റ്റ് ബോളേഴ്സ് എന്നുള്ള രീതിയിലും ജഡേജ ഒരു സ്പിന്നർ എന്നുള്ള രീതിയിലുമായിരിക്കും ചിലപ്പോൾ ഇന്ത്യ നാളെ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉസ്മാൻ ഖവാജ ഉണ്ട് ടീമിലേക്ക്. അപ്പോൾ ഉസ്മാൻ ഖവാജ തന്നെയായിരിക്കും ഒരു ഓപ്പണറായിട്ട് വരുന്നത്. ചിലപ്പോൾ മിച്ചൽ മാർഷിന് ചിലപ്പോൾ നാളെ ഓപ്പൺ ചെയ്യിക്കാനും ചാൻസ് ഉണ്ട്. അതിനുശേഷം ലബുഷേൻ വരും, സ്മിത്ത് വരും. അതുപോലെ ഇന്ത്യയുടെ പേര് സ്വപ്നമായ ട്രാവിസ് ഹെഡ് വരും. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ ബൗളേഴ്സിന്റെ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പാറ്റ് കമിൻസ് അവരുടെ ക്യാപ്റ്റൻ എന്തായാലും കാണും. മിച്ചൽ സ്റ്റാർക്ക്, ഹേസൽവുഡ്, അതുപോലെ നഥൻ ലയണോ എന്തായാലും അതിൽ തന്നെ കാണും. ഇനി സ്കോട്ട് ബോളണ്ട് കാണുമോ ഇല്ലെന്നുള്ളത് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. കാരണം മാർഷും 3 ഫാസ്റ്റ് ബോളേഴ്സും വേറെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനി ഒരു പേസ് ട്രാക്കാണ് അവരെ അവിടെ റെഡിയാക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും 4 പേസർമാരെ കൊണ്ട് ഇറങ്ങാൻ സാധ്യത ഓസ്ട്രേലിയ കൂടുതലാണ്. എന്തായാലും ബൗൺസി ട്രാക്ക് ആയിരിക്കും. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും ഓസ്ട്രേലിയൻ ബൗളേഴ്സും തമ്മിലുള്ള ഒരു പോര് തന്നെ നമുക്ക് നാളെ ചിലപ്പോൾ കാണാൻ പറ്റും. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ BGTയിൽ നല്ല രീതിയിൽ കളിച്ച ചേതേശ്വർ പൂജാര കമൻട്രി ബോക്സിലുണ്ട്. അത് ഹിന്ദി കമൻട്രി ബോക്സിലുണ്ട്. ഹനുമ വിഹാരി വീട്ടിലിരുന്നും കളി കാണുന്നുണ്ട്. അതുകൊണ്ട് അർഹതപ്പെട്ടവർക്കാർക്കും ചാൻസ് കിട്ടിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും എന്നുള്ളത്. നാളെ നമ്മളുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു റിവ്യൂമായിട്ട് നമുക്ക് വരാം.